പോസിറ്റീവ് അറ്റ് 60+ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് ഒരു 3 മാസം മുമ്പ് തൃശ്ശൂർ പുത്തൂർ എന്ന സ്ഥലത്ത് ഓപ്പൺ ചെയ്ത കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. ഞങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ എമിലിയയുടെ ആഗ്രഹപ്രകാരമാണ് ഇന്നത്തെ യാത്ര. ഞങ്ങൾ വെളുപ്പിന് 5:30 തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കാരണം തൃശ്ശൂർ പുത്തൂർ ചെല്ലണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 9:30 ആവും. പാർക്ക് 9-ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9:30 ഇവിടെ ചെല്ലാം എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ രാവിലെ 5:30 തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഈ വെക്കേഷൻ കാലത്ത് കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ. ഈ പാർക്കിന് 336 ഏക്കർ വിസ്തീർണമുണ്ട്. പാർക്കിൻ്റെ പ്രവേശന കവാടവും പാർക്കിൻ്റെ മൊത്തമുള്ള അറേഞ്ച്മെൻറ്റും വളരെ നന്നായിരിക്കുന്നെന്ന് പറയേണ്ടിയിരിക്കുന്നു. NH-ൽ നിന്ന് 4 കിലോമീറ്റർ മാറി പുത്തൂർ എന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കാറിന് പാർക്കിംഗ് ഫീസ് 100 രൂപയാണ്. അതുപോലെ ടിക്കറ്റ് എൻട്രി ഫീസ് 100 രൂപയും സീനിയർ സിറ്റിസനും ചിൽഡ്രനും ടിക്കറ്റ് ചാർജിൽ ഡിസ്കൗണ്ട് ഉണ്ട്. 30 രൂപ മാത്രമേ ഉള്ളൂ. നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ലൊരു ഗാർഡനായി കരുതാവുന്ന രീതിയിൽ ഈ പാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. KSRTCയുടെ ഇലക്ട്രിക്കൽ ബസ് അതിനകത്തുകൂടി സർവീസ് നടത്തുന്നു. അതിനും 30 രൂപ ടിക്കറ്റ് എടുക്കണം. നടന്ന് കാണേണ്ടവർക്ക് നടന്ന് കാണുവാനുള്ള സൗകര്യമുണ്ട്. പാർക്കിനുള്ളിൽ KSRTCക്ക് 3 സ്റ്റോപ്പുകളാണുള്ളത്. ആ സ്റ്റോപ്പുകളിൽ ഇറങ്ങി അതിന് ചുറ്റുമുള്ള ഏരിയയിലുള്ള മൃഗങ്ങളെ കണ്ട് വീണ്ടും ആ സ്റ്റോപ്പിൽ വന്ന് ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി അവിടെയും ഇറങ്ങി കണ്ട് ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറിയാൽ തിരികെ എൻട്രിയിലേക്ക് വരാം. എല്ലാ സ്റ്റോപ്പുകളിലും കഫ്റ്റീരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ന്യായമായ വിലയിൽ സ്നാക്സും ഫുഡും ഒക്കെ കിട്ടുന്ന കഫ്റ്റീരിയകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നാം നടന്നാണ് പോകുന്നതെങ്കിൽ ഒരു 1.5 മണിക്കൂർ നടക്കുവാനുള്ള ദൂരമുണ്ട്. ബസ്സിലാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യപ്രദമാണ്. കവാടത്തിൽ ടിക്കറ്റ് എടുത്താൽ ആദ്യത്തെ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോവുകയാണ് നല്ലത്. കാരണം ആ വഴിക്കാണ് പക്ഷികളും മറ്റ് മാനും ഒക്കെ ഉള്ളത്. ഇവിടെ കുറേയേറെ മാനുകളെ നമുക്ക് കാണാം. എല്ലാ മൃഗങ്ങളെയും കാണുവാൻ വാച്ച് ഗ്ലാസ്, അതായത് ഒരു മുറിയിൽ ഗ്ലാസ് ഇട്ട ഒരു മുറിയുണ്ട്. ആ മുറിയിൽ നിന്നും നമുക്ക് നേരിട്ട് നന്നായി മൃഗങ്ങളെ കാണാനുള്ള സൗകര്യമുണ്ട്. ബസ്സിൽ ആദ്യത്തെ സ്റ്റോപ്പിലിറങ്ങി നടന്നിക്കുമ്പോഴാണ് ലെപ്പേഡും ടൈഗറിനെയൊക്കെ ഉള്ള ഏരിയ ഉള്ളത്. ഇതാണെങ്കിൽ നമ്മൾ കണ്ട ലെപ്പേഡ് ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ. അതുപോലെ 2 ടൈഗറുണ്ട്. ഞങ്ങൾ ചെന്നത് വളരെ ചൂടുള്ള ഈ സമ്മറിലായതുകൊണ്ട് ഒരു 10-10:30 ആകുമ്പോഴത്തേന് ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങളും തണൽ തേടി എവിടെയെങ്കിലും പോയി കിടക്കും. അത് കാരണം മൃഗങ്ങളെ കണ്ടു കിട്ടാൻ വളരെ പാടാണ്. ഞങ്ങൾ ചെന്നപ്പോൾ 2 ടൈഗർ ഉണ്ടെങ്കിലും 2-നെയും കാണാൻ പറ്റിയില്ല. കാരണം നല്ല വെയിലായിരുന്നു. വെയിലത്ത് ആ മൃഗങ്ങൾ ഏതോ തണലിൽ പോയി കിടക്കുകയാണ്. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടും കാണാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ കാണുന്നത് ഒരു കേഴയാണ്. കുറേ കേഴകളെ അവിടെ കാണുന്നുണ്ട്. സംവിധാനങ്ങളെല്ലാം നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്നു, വളരെ ഭംഗിയായിട്ട്. രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുമ്പോഴാണ് ഈ കാട്ടുപോത്തിനെ കാണാൻ പറ്റുന്നത്. 2-3 കാട്ടുപോത്തിനെ അവിടെ കാണുവാൻ പറ്റി. 3-ാമത്തെ സ്റ്റോപ്പിൽ ബസ്സിൽ നിന്നിറങ്ങി നടന്നിടത്താണ് ഒട്ടകപ്പക്ഷി, യമു, ഹിപ്പോപ്പൊട്ടാമസ് ഇവയുള്ളത്. അത് നടന്ന് കാണുവാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കുറേ കുരങ്ങന്മാരെ ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾ അടുത്തുള്ള ഗ്ലാസ്സിൽ കൂടിയാണ് അത് കാണുന്നത്.
ഈ സമ്മർ ചൂട് കാലത്ത് സൂ കാണുവാൻ പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം 9 മണിക്ക് ഓപ്പൺ ചെയ്യുമ്പം തന്നെ പോവുക. ഒരു 10-10:30 ആകുമ്പോഴത്തേന് ഈ മൃഗങ്ങളെല്ലാം എവിടെയൊക്കെയോ തണലുകളിൽ ആകും. പിന്നെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിവതും രാവിലെ തന്നെ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം പോവുക. 5 മണിയാകുമ്പോൾ ഈ പാർക്ക് ക്ലോസ് ആവും. അപ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ ചെന്നാൽ 5 മണി കൊണ്ട് നമുക്ക് തീർത്ത് കണ്ടു പോരാം. ഉച്ച സമയം മൃഗങ്ങൾക്ക് ഈ വെയിൽ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവ എവിടെയോ ഹൈഡ് ചെയ്യുകയാണ്. ഭംഗിയായി ഈ സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തെങ്കിലും മൃഗങ്ങളുടെ അവൈലബിലിറ്റി, മൃഗങ്ങളില്ല എന്നുള്ളത് ഒരു ന്യൂനതയായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സിംഹമില്ല, ജിറാഫില്ല, സീബ്ര ഇല്ല. അതുപോലെ മൊത്തത്തിൽ നോക്കിയാൽ മൃഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ആ മരത്തിന് ചുവട്ടിൽ 2 കാട്ടുപോത്ത് നിൽക്കുന്നു. ഇത് തന്നെയാണ് സാഹചര്യം. വെയിൽ ആയി കഴിയുമ്പോൾ എല്ലാ മൃഗങ്ങളും എവിടെയെങ്കിലും തണലുള്ള സ്ഥലങ്ങൾ പോയി കിടക്കും. നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അപകടകാരികളായ മൃഗങ്ങളുടെ ഏരിയയ്ക്ക് ചുറ്റും വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിടങ്ങുകൾക്കും പുറത്തായി കമ്പി വേലിയുമുണ്ട്. അത് സുരക്ഷിതത്വത്തെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. KSRTCയുടെ ഇലക്ട്രിക്കൽ ബസ്സാണ് ഇത്. ഇതാണ് നമ്മളുടെ ഡബിൾ ഡെക്കർ ബസ്. അതിൽ പാർക്കിൽ കൂടെ സഞ്ചരിക്കാനുള്ള സംവിധാനമുണ്ട്. KSRTCയുടെ ഒരു ബസ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂരെ എല്ലാ സ്പോട്ടുകളും കാണിച്ച് പാർക്കിൽ വന്ന് കംപ്ലീറ്റ് റൗണ്ട് അടിച്ച് തിരിച്ച് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ ചെല്ലുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ ടൈം കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. ആ ടൈം തിരക്കിയാൽ നമുക്ക് നേരിട്ട് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ വന്ന് കണ്ട് തിരികെ പോകാനുള്ള സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് പോയി അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ പറ്റിയ ഒരു സംവിധാനമാണ് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്. കോട്ടയത്ത് നിന്ന് 120-121 കിലോമീറ്റർ ദൂരമാണ് ഈ പാർക്കിലേക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, കുട്ടികളുമായി പോവുക. 1 മണിക്കൂർ 2 മണിക്കൂർ സമയം കൊണ്ട് കണ്ട് നമുക്ക് പുറത്തിറങ്ങുവാൻ പറ്റും. അതിനുള്ളതേ ഉള്ളൂ. താങ്ക് യു.